ഹലോ എല്ലാവർക്കും നമസ്കാരം. നോക്കിയേ എൻ്റെ അടീനിയങ്ങളൊക്കെ കണ്ട നിറയെ 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 പൂത്ത് നിൽക്കുന്നത്. നോക്കി ഇത് ഭംഗി. നോക്കിയേ നമ്മള് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള പൂക്കളിന് കേട്ടോ ഇതൊക്കെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് പ്രൂണിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമ്പൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് അതൊക്കെ ഒന്ന് വേര് പിടിച്ചോന്ന് നോക്കിയിട്ട് റീപോർട്ട് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ട നിറയെ പൂത്ത് നിൽക്കുന്നത്. നമ്മളെപ്പോഴും ഈ അടീനിയം പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ വരുള്ളൂ. ഇതിലത്തെ പൂക്കളൊക്കെ കണ്ട എത്ര പൂക്കളെന്ന്, എന്താ ഭംഗി നോക്കിയേ. അപ്പം അതുപോലെ ഇനി എല്ലാതും വൈറ്റായാലും ഈ വെള്ളയിലൊക്കെ പൂവയ്ക്ക് നമുക്ക് ആ കമ്പുകളൊക്കെ വേര് പിടിച്ചത് ചെറിയ ചെറിയ പോട്ടിൽ നട്ട് നല്ല പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, മണ്ണൊക്കെ ഇട്ടിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാം. ഈ ഒരു അടീനിയം എന്ന് വെച്ചാൽ നാടൻ അടീനിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ നിറഞ്ഞിങ്ങനെ പൂക്കൾ നിൽക്കുമ്പോഴത്തെ ഒരു ഭംഗി നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ. പൂക്കൾ ഉണ്ടാ ഒരു ചട്ടിയുള്ള ഒരു കുഞ്ഞു ചട്ടിയിലാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രൂണിങ് ചെയ്ത് ഇതിൻ്റെ കമ്പുകളൊക്കെ വേര് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊക്കെ പുതിയ പുതിയ ചെറിയ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി നടണം. കമ്പ് നട്ട് പിടിപ്പിച്ച ചെടികളിന് ഇതൊക്കെ ഇതിപ്പോൾ ഒരു ചട്ടിയിൽ നമ്മൾ 2-3 കമ്പൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതേ. അപ്പോൾ ഇതിനി നമുക്ക് പറിച്ചെടുത്ത് വേര് വന്നതൊക്കെ ഓരോന്നായിട്ട് ഒരേ ചട്ടിയിൽ നട്ട് പിടിപ്പിക്കാം കേട്ടാ. കണ്ട ഇതിപ്പോൾ കുറേ ഉണ്ട് നടാനായിട്ട്. അപ്പം നമ്മൾക്കറിയില്ലല്ലോ എല്ലാതും പിടിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചട്ടി കുറവായ കാരണം 2-3 കമ്പൊക്കെ വെച്ച് ഇതുപോലെ കുത്തി വെച്ചു. ഇവിടെ മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ചട്ടികളിലായിട്ട് മണ്ണൊരുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി നടണം എല്ലാ അടീനിയത്തിൻ്റെ ചെടികളും. ചട്ടിയിൽ നിന്നൊക്കെ അതേ ഞാനിപ്പോൾ പറിച്ചെടുത്തു. എല്ലാത്തിനും നല്ല വേര് വന്നിട്ടുണ്ട്. കണ്ട നോക്കിയേ, വേര് എല്ലാത്തിനും വേരുണ്ട്, നന്നായി വരുന്നു. ഈ ചെറിയൊരു കമ്പ് വെച്ചത് വരെ വേര് നന്നായി വന്നിട്ടുണ്ട്. ഇതൊന്ന് പറിച്ചു നോക്കാം. അതിലുണ്ടാവും വേര് കാരണം വെച്ചാൽ നല്ല ഇളക്ക. ഇനി നമുക്ക് ഇതൊക്കെ ചട്ടിയിലേക്ക് മാറ്റി വെക്കാം കേട്ടാ. എല്ലാ ചട്ടിയിലും ഇതേ നിറക്കിനുള്ള മണ്ണ് കുറച്ച് ചട്ടിയിലൊക്കെ നമ്മളിതേ ഇവിടെ നട്ടു. ഓരോന്നായിട്ട് ഇതേ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ചട്ടിയുണ്ട്. എല്ലാത്തിലും മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതൊക്കെ നടണം. എല്ലാതും നന്നായി വേര് പിടിച്ചിട്ടുണ്ട്. മിനി തേനാണ് ഇപ്പോൾ ഇതിലൊക്കെ മണ്ണ് നിറയ്ക്കാനുള്ള. മണ്ണ് നിറയുന്നത് ഞങ്ങൾ എംസാൻഡാണ് കേട്ടോ ഇതിലൊക്കെ നിറയ്ക്കുന്നത്. വളമൊന്നും ഇപ്പം ചേർത്തിട്ടില്ല ഇതിൽ. വളമൊക്കെ ഇനി ഒന്നിത് വേര് പിടിച്ച് മഴയല്ല വരാൻ പോണു ജൂണിൽ. അപ്പോൾ മഴയൊക്കെ പോയിട്ട് ഇനി വളമൊക്കെ ചെയ്താൽ മതി. ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് പൂച്ചെടി. അപ്പോൾ ഇത് ഈ മണ്ണിലൊന്ന് സെറ്റായിട്ട് വേണം വളമൊക്കെ കൊടുക്കണമെങ്കിൽ. എംസാൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഞങ്ങൾ ഈ നിറച്ച ചട്ടിയിലൊക്കെ. വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പം വളങ്ങളൊന്നും. ഈ വെള്ളര തൈകളാണ് ഇപ്പം നമ്മൾ മുളപ്പിച്ചിട്ടുള്ളത്. റീപോർട്ട് ചെയ്യാൻ പോണ കുഞ്ഞി തൈകൾ. ഇത് സീഡിട്ട് മുളപ്പിച്ചതാണ്. അപ്പോൾ ഇതും നമുക്കൊന്ന് പറിച്ച് വയ്ക്കാം. ഇതും പറിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ കോഡക്സ് നോക്കി വലിപ്പം. ഇതൊന്ന് പറിച്ചെടുക്കാം. രസ കോഡക്സ് കാണാൻ കുഞ്ഞി. ഇത് 2 കുറയ്ക്കാനാണ്. 2-3 ഉള്ളതൊക്കെ നിൽക്കണ കുറയ്ക്കാൻ
ഇതൊക്കെ വിത്ത് പാകിയിട്ടുണ്ടാക്കിയ തൈകളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് നടണം. ഇതുപോലെ വിത്ത് പാകി തൈകൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുണവും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വെള്ളേര തൈകളാണ്. അപ്പം നമുക്ക് ഒരുപാട് വെള്ളീനിപ്പോൾ അടീനിയം പൂക്കൾ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ തൈകൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൂവ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ചെടി നമുക്ക് ഇതിൽ വെച്ചിട്ട് അപ്പം നമുക്ക് പുതിയ പുതിയ കളറുകൾ ഈ ചെടിയിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട് സീഡിട്ട് മുളപ്പിക്കുന്ന തൈകൾക്ക്. പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ കോഡക്സൊക്കെ നല്ല ഭംഗിയല്ലേ, ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിന് കാണാനായിട്ടേ. എല്ലാതും ഞങ്ങളിപ്പോൾ ഈ കൊച്ചു കൊച്ചു ചട്ടിയിൽ ഓരോന്നോരോന്നായി നട്ട് കുറേ ചട്ടിയുണ്ട് കേട്ടോ. ഒരു 10-25 ചട്ടിയൊന്നല്ല, അതിൽ കൂടുതലുണ്ട്, എണ്ണീട്ടില്ല ഞാൻ. ഇത് മുഴുവൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ പൂവിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ അടീനിയം ഗാർഡൻ കാണാനായിട്ട്. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇപ്പം നമ്മൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് കമ്പ് മുറിച്ച് നട്ട് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ. വേര് പിടിപ്പിച്ചെടുത്ത തൈകളാണ് ഇപ്പോൾ ഈ ചട്ടിയിലൊക്കെ നട്ടിട്ടുള്ളത്. ഈ ചെറിയ തൈകൾ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാക്കിയ തൈകളാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. കുറച്ച് തൈകൾ ഇത് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ വിത്ത് മുളപ്പിച്ച തൈകളുടെ കോഡക്സ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വിത്ത് പാകിയ ഇത് ചെടികൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ബോൺസായി പോലെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇരിക്കും. പൂവില്ലെങ്കിലും ചെടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതെല്ലാതും വെള്ള അടീനിയാണ് സിംഗിൾ പെറ്റൽ ഈ വിത്ത് മുളച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് നനച്ച് നമ്മൾ സെറ്റാക്കി എടുത്തു കേട്ടോ. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തു. നല്ല വെയിലല്ല ഇവിടെ ടെറസിൻ്റെ മേലെ, അതുകൊണ്ടൊന്ന് നനച്ചു. ഇപ്പോൾ പറിച്ച് വെച്ച എല്ലാ അടീനിയും. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിത് മണ്ണൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ട് ഇത് മേലിന് ഞങ്ങളുടെ അടീനിയങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ കൂടെ മേലത്തെ ചൂട് എല്ലാം കൂടിയായി അവശ്യ നിലയിലായിട്ടാണ് ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നത്. എന്നാലും ഇതൊക്കെ നടൽ കഴിഞ്ഞ് വലിയൊരു പണി കഴിഞ്ഞു ഞങ്ങളുടെ. ഇനി മഴ വരുമ്പോഴേക്കും ഇതൊക്കെ എല്ലാതും ഷെയ്ഡിലേക്ക് മാറ്റണം. അടുത്ത പണി അതിന്. ഇതൊന്ന് സെറ്റായിട്ട് വേണം ഇനി ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ഞങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, കമൻസൊക്കെ അറിയിക്കുക. നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. നല്ല നല്ല വീഡിയോകളായി ഇനി ഞങ്ങൾ വരാം. എല്ലാവർക്കും ബൈ ബൈ.